ഞാൻ കയ്പമംഗലം പഞ്ചായത്തിലെ ചെളിങ്ങാട് സ്വദേശിയാണ്. എൻ്റെ പേര് സൈനുദ്ദീൻ. ചെറിയൊരു അരിക്കച്ചവടക്കാരനാണ്. ഞാനിപ്പോൾ പറയാൻ വന്നൊരു കാര്യം കയ്പമംഗലം പഞ്ചായത്തിലെ ഈസ്റ്റ് ടിപ്പു സുൽത്താൻ റോഡിൻ്റെ ശോചനീയ അവസ്ഥയെക്കുറിച്ചാണ്. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഒരു സാധാരണ ജനങ്ങൾക്ക് നിഷേധിക്കപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ശുദ്ധമായ വായു, ഈ വായു നമുക്ക് നഷ്ടപ്പെട്ടിട്ട് മാസങ്ങളോളം ആയി കഴിഞ്ഞ ഏകദേശം. നമ്മുടെ വാഹന ഗതാഗതം, അത് എന്താ പറയുക, അതിനെക്കുറിച്ച് പറയാനില്ല. അതുപോലെ തന്നെ നമ്മുടെ വ്യാപാരികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരവസ്ഥ, ഈ ഓട്ടോ ഓടിച്ച് നിത്യജീവിതം പുലർത്തുന്ന അവരുടെ ഒരു അവസ്ഥ, അങ്ങനെ ഒട്ടേറെ പ്രശ്നങ്ങൾ. ഇപ്പോൾ ഈയിടെ ഉണ്ടായിട്ടുള്ള ആക്സിഡൻറ്റുകൾ, അതിൽ ഒന്ന് രണ്ട് കാര്യം മാത്രം ഞാൻ ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിക്കുന്നു. അത് എൻ്റെ കൺമുന്നിൽ നടന്ന ഒരു സംഭവമായതുകൊണ്ടാണ് ഞാനിത് എടുത്ത് പറയുന്നത്. ഏകദേശം 2 ആഴ്ച മുന്നേ നമ്മുടെ ചെറക്കൽ പള്ളി പരിസരത്ത് വെച്ചുണ്ടായ ഒരു അപകടമാണ്. നമ്മുടെ ആ പള്ളിനട സ്കൂളിൻ്റെ ഒരു 100 മീറ്റർ അകലെ ഒരു ഫാമിലിയും ഒരു ചേച്ചി, ഒരു മോളും മോനും, അതുപോലെ തന്നെ ഓപ്പോസിറ്റ് വന്ന 2 ആൺകുട്ടികൾ, നേരെ ബ്രേക്ക് ചെയ്യാൻ പോലും ഒരു അവസരം, ഗ്യാപ്പ് പോലും കിട്ടാത്ത രീതിയിലുള്ള ഒരു അപകടമുണ്ട്. വളരെ നല്ല രീതിയിലൊരു അപകടമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. ഈ അപകടം കഴിഞ്ഞ് ഏകദേശം ഒരു 15 മിനിറ്റോളം ഇവർ റോട്ടിൽ തന്നെ കിടക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായി. നല്ല പരിക്കുണ്ടായിരുന്നു എല്ലാവർക്കും. അതിൽ ആ ഓപ്പോസിറ്റ് വന്ന ആൺകുട്ടികൾക്കാണ് കാര്യമായിട്ടുണ്ടായിരുന്നത്. ഫാമിലിപ്പെട്ട ആ ചേച്ചിക്കും ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും ഇതിൽ ആൺകുട്ടികളെന്ന് പറയുന്ന ആ 2 പേര് ഏകദേശം 15 മിനിറ്റാണ് ആ ആക്സിഡൻ്റായി കിടന്ന 5 പേര് ആക്സിഡൻ്റ് ആയിട്ടുണ്ട്. അതിൽ 2 പേർക്ക് നല്ല ഗുരുതരമായിരുന്നു. ഈ 2 പേര് ഏകദേശം 15 മിനിറ്റോളാണ് റോട്ടിൽ കിടന്നത്. ഈ ആംബുലൻസിന് അവിടെ എത്തിപ്പെടാനുള്ളൊരു അവസ്ഥ തന്നെയാണ് അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത്. തിരിച്ച് ഇതുപോലെ ആംബുലൻസ് ഈ രോഗികളെയും കൊണ്ട് എങ്ങനെയാണ് ഈ റോട്ടിൽ നിന്നൊന്ന് പുറത്തിറങ്ങി കിട്ടുക, അവർക്ക് എങ്ങനെയാണ് ഒരു ഹോസ്പിറ്റലിലേക്ക് എമർജൻസി ആയിട്ട് അവരെത്തിക്കുക? ഇതൊക്കെ തന്നെ ഒരു ചോദ്യചിഹ്നങ്ങളാണ്. ഇപ്പോൾ നമുക്ക് തോന്നുന്നുണ്ടാവും. അതുപോലെ ഒരു അപകടം കൂടി ഉണ്ടായിട്ടുണ്ട്. അത് നമ്മുടെ അമ്പലനട പരിസരത്ത് ഒരു ബൈക്ക് യാത്രക്കാരൻ റോട്ടിൽ നിന്ന് സ്കിഡായി ഏകദേശം 20 അടി താഴ്ചയിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. സുഹൃത്തുക്കളെ, എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾക്ക് തോന്നാം അത് ഏതോ ഒരു ഫാമിലി, റോഡിൽ നിന്ന് സ്കിഡായി വീണത് ഏതോ ഒരു ചേട്ടൻ. ഞാൻ നിങ്ങളോട് പറയാനുള്ളത്, ഇത് നാളെ എൻ്റെയോ നിങ്ങളുടെ വാപ്പയോ അല്ലെങ്കിൽ ഭാര്യയോ ഒക്കെ ആയിരിക്കാം ഇതുപോലെയുള്ള അപകടങ്ങൾ നേരിടേണ്ടി വരുന്നത് അവർക്ക്. ഇതിന് ശക്തമായൊരു പ്രതിഷേധം നമ്മൾ കൊണ്ടുവന്നില്ല എന്നുണ്ടെങ്കിൽ ഇനിയും നമ്മൾ നേരിടേണ്ടി വരുന്നത് ഇതിലും വലിയ വലിയ അപകടങ്ങളായിരിക്കും. കഴിഞ്ഞ ദിവസം കുറച്ച് സുഹൃത്തുക്കളെല്ലാം ചേർന്ന് ഒരു പ്രതിഷേധ യോഗ ഒക്കെ വിളിക്കുകയുണ്ടായി. അതിൽ നമ്മൾ ടൈസൺ മാഷൊക്കെ ഒന്ന് സംസാരിക്കുകയുണ്ടായി. നല്ല കാര്യം തന്നെ. അന്ന് പക്ഷേ മാഷ് പറഞ്ഞൊരു കാര്യത്തിൽ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഇപ്പോഴും ഈ റോഡ് പൊളിക്കുന്ന ഒരു സംഗതി ഇതുവരെയും കംപ്ലീറ്റ് ആയിട്ടില്ല. അത് പൊളിക്കാതെ എന്തുകൊണ്ടെന്ന് വെച്ചാൽ, അവിടെ നമ്മുടെ ചെളിങ്ങാട് പള്ളിയുടെ പരിസരത്ത് ഈസ്റ്റ് സൈഡിലേക്ക് പോകുന്ന വേറൊരു പൈപ്പ് ഉണ്ട് അത്രേ. അത് കിഴക്കേ ഭാഗത്തേക്കുള്ള ആ പൈപ്പ് പൊട്ടിച്ചു കഴിഞ്ഞാൽ കിഴക്ക് മേഖലയ്ക്കുള്ള വെള്ളത്തിൻ്റെ ലഭ്യതയൊക്കെ നിലയ്ക്കും. അതുകൊണ്ടാണ് അത് പൊളിക്കാതെ എന്ന് പറയുന്നത്. ഈ കിഴക്കോട്ട് പോകുന്ന പൈപ്പിനെ കുറിച്ച് ഈ അധികാരികളെന്ന് പറഞ്ഞാൽ ഈ വാട്ടർ അതോറിറ്റിയുടെ AE അങ്ങനെ ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് അതിനെപ്പറ്റി അറിവുണ്ടായിരുന്നില്ല അത്രേ. നമ്മൾ നേരം വെളുത്ത് നമ്മൾ ഉപയോഗിക്കുന്ന സോപ്പ്, ചീപ്പ് മുതൽ എല്ലാ ഉൽപ്പന്നങ്ങളിലും ടാക്സ് ചുമത്തി ആ ടാക്സ് പേ ചെയ്ത് നമ്മൾ കൊടുക്കുന്ന നികുതി പണത്തിൽ നിന്ന് 80,000 1 ലക്ഷം രൂപ സാലറി വാങ്ങുന്ന നമുക്ക് വേണ്ടി ജോലി ചെയ്യുന്ന ഈ ഉദ്യോഗസ്ഥർക്ക് ഇതൊന്നും ഈ ചെളിങ്ങാട് പള്ളി പരിസരത്ത് നിന്നും ഈസ്റ്റ് സൈഡിലേക്ക് പോകുന്ന പൈപ്പിനെ കുറിച്ച് അറിവുണ്ടായിരുന്നില്ല എന്നാണ് പറയണത്. അത് എത്രമാത്രം നമുക്കതിനോട് യോജിക്കാൻ പറ്റുന്നത് എനിക്കറിയില്ല. അത് നമ്മൾ തന്നെ തീരുമാനിക്കേണ്ടതാണ്. എന്തുതന്നെയായാലും അതിനുശേഷം പ്രതിഷേധ യോഗത്തിന് ശേഷം ടൈസൺ മാഷ് പറഞ്ഞു, പെട്ടെന്ന് തന്നെ ഒരു തീരുമാനം ഉണ്ടാകുമെന്ന് പറഞ്ഞു. അന്ന് യോഗം കൂടിയ ബുധനാഴ്ച, ആ ആഴ്ചയിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതാണെന്ന് മാഷ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഏകദേശം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ഇപ്പോൾ ഇട്ടേക്കുന്നത് GSP എന്ന് പറയുന്ന സാധനം. GSP എന്ന് നമുക്കറിയാം, വലിയ കല്ലുകളും അതുപോലെ തന്നെ അതിൻ്റെ മണ്ണുകളൊക്കെ ഉൾപ്പെടുന്ന ഒരു സാധനമാണ്. ഇത് പഴയതിനേക്കാളും നമുക്ക് അപകടകരമാണ്.
പൊടിശല്യം പഴയതിനേക്കാളും കൂടുതലാണ്. പൊടിയുടെ കളറൊന്നും മാറിയിട്ടുണ്ടെന്നല്ലാതെ വേറെ ഒന്നും അവിടെ സംഭവിച്ചിട്ടില്ല. വണ്ടികൾ ഓടിക്കുന്നവരുടെ ദുരവസ്ഥ എന്ന് പറഞ്ഞാൽ അതിലും മേലെയാണ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മളിപ്പോൾ ഈ നേരത്തെ പറഞ്ഞ അപകടങ്ങളും ഇതുമൊക്കെ മറ്റുള്ളവരുടെ പ്രശ്നങ്ങളല്ല, നമ്മുടെ ഓരോരുത്തരുടെയും പ്രശ്നമാണ്. ഇത് നമ്മുടെ നാടിൻ്റെ പ്രശ്നമാണ്. നമ്മൾ ഒരുമിച്ച് നിൽക്കാതെ എല്ലാവരും തന്നെ ശക്തമായൊരു പ്രതിഷേധത്തിലേക്ക് വരാതെ ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രതിഷേധിക്കുക, ശക്തമായിട്ട് തന്നെ പ്രതിഷേധിക്കുക. ഞാനൊരു ചളിങ്ങാട് പള്ളിവളവ് നിവാസിയാണ്. എൻ്റെ പേര് അബൂബക്കർ. പുതിയ വീട്ടിൽ ഞാനിവിടെ സ്ഥിരതാമസക്കാരനാണ്. കുറേ നാളായിട്ട് ഞങ്ങളുടെ റോഡിൻ്റെ അവസ്ഥ വളരെ മോശമാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ പൈപ്പ് ലൈനിന് വേണ്ടിയിട്ട് കുഴി കുത്തി പൈപ്പ് ഇട്ടതിന് ശേഷം ഞങ്ങൾക്കറിയാം ഡക്ടൈൽ അയൺ പൈപ്പാണ് ഇട്ടേക്കണമെന്നുള്ളത്. പൈപ്പ് ഇട്ടത് തന്നെ ഞാൻ അബ്രോഡായിരുന്നു. ഞാൻ ഇതുപോലുള്ള പ്രൊജക്റ്റിൽ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. പൈപ്പ് ഇടുന്നത് കണ്ടപ്പോൾ തന്നെ നമുക്ക് അത്രയും ഒരു സുഖമായിട്ട് തോന്നിയില്ല. എന്താണെന്ന് വെച്ചാൽ ഒരു സർവേ പോലും ഇല്ലാതെ തോന്നിയ പോലെ കുഴിച്ചിട്ട് പോവുകയാണ് ചെയ്തത്. പക്ഷെ നമ്മൾ ഈ പണി ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതിലൊരു ഇൻസ്പെക്ടറായിട്ട് ഞാൻ വർക്ക് ചെയ്തിരുന്നതാണ്. അപ്പോൾ അതൊന്നും പ്രശ്നമല്ല. നമുക്കിപ്പോൾ റോഡിന് മെയിൻ പ്രശ്നം എടുക്കുന്നത്. പൈപ്പ് ഇപ്പം എങ്ങനെ ഇട്ടാലും അത് വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് തോന്നുന്നു. എന്താണെന്ന് വെച്ചാൽ ഡക്ടൈൽ അയൺ പൈപ്പാണ്, അത് നല്ല ഉറപ്പുള്ള പൈപ്പാണ്. എന്നാലും ഫുൾ വർക്ക് ചെയ്തവരെ കഴിഞ്ഞിട്ടില്ല, ഇൻസ്പെക്ഷൻ കഴിഞ്ഞിട്ടില്ല, പ്രഷർ ടെസ്റ്റ് കഴിഞ്ഞിട്ടില്ല, ഒന്നും കഴിഞ്ഞിട്ടില്ല. പൈപ്പ് മൂടുകയും ചെയ്ത്. സാധാരണ ഈ പൈപ്പുകൾ ഇടുന്നതെന്ന് പറഞ്ഞാൽ ഈ പൈപ്പ് ഇട്ട് കഴിഞ്ഞ് പ്രഷർ ടെസ്റ്റ് കഴിഞ്ഞതിന് ശേഷം ഇത് മൂടി പോകാറുള്ളൂ. അത് നല്ല സാൻഡൊക്കെ ഇട്ടിട്ട് മൂടാറ്. ഇവിടെ നമ്മുടെ നാട്ടിൽ നടക്കില്ല എന്ന് വിചാരിക്കും. ഞാൻ അന്ന് തന്നെ എഞ്ചിനീയറോട് ചോദിച്ചപ്പോൾ പറഞ്ഞാൽ അതിനുള്ള ഫണ്ടൊന്നും ഇവിടെ ഇല്ല, അത് ഗൾഫിൽ നടക്കുന്ന പോലെ ഒന്നും ഇവിടെ നടക്കില്ല. അത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ നമുക്ക് മെയിനായിട്ടുള്ളപ്പോൾ നമ്മളെ റോഡിൻ്റെ പ്രശ്നമാണ്. റോഡിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊടി കൊണ്ട് ഒരു നിവൃത്തിയുമില്ല. അതും തന്നെയല്ല, വണ്ടികളൊക്കെ കേടായി. ഞാനൊരു 4 വീലർ ഉപയോഗിക്കുന്ന ആളാണ്. പക്ഷേ എന്നാലും ഇപ്പോൾ സ്ഥിരമായിട്ട് 2 വീലറിന് എടുക്കുന്നത്. എന്ന് വെച്ചാൽ 4 വീലർ എടുത്തു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. വണ്ടിക്ക് കേടും ടയറും തേയ്മാനും എല്ലാം കൂടിയിട്ട്. അത് എങ്ങനെയെങ്കിലും ഈ റോഡൊന്ന് ഞങ്ങൾക്ക് വൃത്തിയാക്കി കിട്ടണം. അതാണ് മെയിനായിട്ട്. എന്ന് വെച്ചാൽ പൊടിശല്യം, അസുഖങ്ങൾ കൂടി വരികയാണ്. വേറെ എന്താ പറയുക, ഇതെല്ലാം എനിക്ക് മാത്രമുള്ള ഒരു പ്രശ്നമല്ല, നാട്ടുകാർക്ക് മൊത്തമുള്ളൊരു പ്രശ്നമാണ്. അപ്പോൾ അതിനെ വേണ്ടിയിട്ട് കാര്യമായിട്ട് ഇതിനെ വേണ്ടപ്പെട്ടവർ ഇടപെടണം. വാട്ടർ അതോറിറ്റി ആയിട്ട് സംസാരിച്ചിട്ട് എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം കണ്ടെത്തണം എന്ന് മാത്രമേ പറയാനുള്ളൂ. നമ്മളെ ഈസ്റ്റ് ടിപ്പു സുൽത്താൻ റോഡ് ഇന്നക്കൽക്ക് ഇപ്പോൾ ഏകദേശം 5 മാസമാവാനായി. ഇത് പൈപ്പിൻ്റെ പരിപാടി പറഞ്ഞായിട്ട് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ഇടുന്നതിനെ പറ്റി പറഞ്ഞായിട്ട് ഇത് ഇവിടെ പൊളിച്ചിട്ടിട്ട് ഇപ്പോൾ കുറച്ച് ദിവസം മുന്നേ, ഒരാഴ്ച മുന്നേ ഒരു ജനകീയ പ്രതിഷേധം വന്നതിൻ്റെ പേരിൽ ഇപ്പോൾ ഈ പള്ളിനട ഭാഗത്ത് നിന്നും ഏകദേശം 3-4 ഒരാഴ്ചയോളമായിട്ട് പണി നടക്കുന്നുണ്ട്. പണി നടക്കുന്ന വെച്ചാൽ ഇപ്പോൾ അത് റെസ്റ്റോറേഷൻ വർക്ക് എന്ന് പറഞ്ഞിട്ട് കോർ വേസ്റ്റ് കൊണ്ടടിച്ചും കയറ്റി ആദ്യം ഈ ചെങ്കല്ലിൻ്റെ പൊടി മാത്രം ശ്വസിച്ചിരുന്ന ആൾക്കാർ ഇപ്പോൾ ചെങ്കല്ലിൻ്റെ പൊടിയും അതേമാതിരി തന്നെ ഈ കോർ വേസ്റ്റിൻ്റെ പൊടിയും കൂടെ സഹിക്കേണ്ട അവസ്ഥയിലാണ് വന്നേക്കണം. പണി നടക്കുന്ന ജനങ്ങളെ കണ്ണിൽ പൊടിയിടുക എന്നുള്ള നിലയിൽ വളരെ മോശം രീതിയിൽ വളരെ സ്ലോ ആയിട്ടാണ് ഇപ്പോൾ ഈ റോഡിൻ്റെ പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ റോഡിൻ്റെ പരിസരത്തുള്ളവർക്കും അതേമാതിരി ഈ റോട്ടിലൂടെ പോണവർക്കും അതേപോലെ തന്നെ ഈ 2 വീലർകാർക്കൊക്കെ വളരെ ബുദ്ധിമുട്ടായിട്ടാണ് ഈ റോഡ് ഇപ്പോൾ കിടക്കുന്നത്. മര്യാദക്ക് യാത്ര ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, അതേമാതിരി തന്നെ പൊടി തിന്നേണ്ട അവസ്ഥ, അങ്ങനെ വളരെ മോശമായ അവസ്ഥയിലാണ് ഇന്നിപ്പോൾ ഈ റോഡ് ഉള്ളത്. ഇത് 5 മാസത്തോളമായി ഇങ്ങനെ കിടക്കുക. ഇനി എത്ര കാലം ഇങ്ങനെ കിടക്കുന്നറിയില്ല. ഇത് എത്രയും പെട്ടെന്ന് ഇത് ടാർ ചെയ്ത് ഇതിൻ്റെ കോൺട്രാക്ടർ എന്നുണ്ടെങ്കിൽ 1.5 കിലോമീറ്റർ ടാർ ചെയ്യുന്നതിൻ്റെ പേരിൽ ഇടയിൽ പൈപ്പ് ഇടാണ്ട് വെച്ചേക്കാണ്. ചില സ്ഥലത്ത് പൈപ്പ് ഇട്ടിട്ട് പിന്നെ കുറച്ച് പൈപ്പ് ഇട്ടിട്ടില്ല. അങ്ങനെ ചില സമയത്ത് ചില സ്ഥലങ്ങളിൽ ഒരു പൈപ്പ് ഇടാണ്ട് വാക്കി വെച്ച് പോയേക്കണം. അപ്പോൾ ഇത് മുഴുവൻ എത്രയും പെട്ടെന്ന് പൈപ്പ് ഇട്ടിട്ട് അത് കറക്റ്റായിട്ട് റോഡ് ടാർ ചെയ്യണമെങ്കിൽ ടാർ ചെയ്യുക, കോൺക്രീറ്റ് ആണെങ്കിൽ ചെയ്യണം എന്നാണ് എനിക്കിതിൽ പറയാനുള്ളത്. ഇതിൻ്റെ കരാറ് അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള രീതിയിൽ ഇത് 200 മീറ്റർ ഇത് പൊളിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ രീതിയിൽ അത് റീടാർ ചെയ്ത് കൃത്യമായ രീതിയിൽ കൊണ്ടുപോകേണ്ടതാണ്. അതൊന്നും പാലിക്കപ്പെടാത്തതിലുള്ള ഈ പ്രതിഷേധം ഞങ്ങൾ അറിയിക്കുകയാണ്. രണ്ടാമത് ഇതിൽ പ്രതിഷേധ യോഗങ്ങളും മീറ്റിങ്ങുകളൊക്കെ ഇവിടെ നടത്തിയിട്ടുണ്ട്. നാട്ടുകാരും യുവജന സമിതിയും എല്ലാം കൂടി, അതുപോലെ PDP അതിൻ്റെ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ശക്തമായ പ്രതിഷേധം, ഇതിൽ യാത്രാ സൗകര്യം കൂടി വളരെ പ്രയാസകരമായ രീതിയിലാണ്. ഇപ്പോൾ ജനങ്ങൾക്ക് യാത്ര ചെയ്യാനുള്ള വളരെ ബുദ്ധിമുട്ട് ഉണ്ട്. പൊടിശല്യം, കച്ചവടക്കാർക്കുള്ള ബുദ്ധിമുട്ട്, അങ്ങനെ ഇവിടെ താമസിക്കുന്ന ഒരുപാട് കുടുംബങ്ങൾ
പൊടിശല്യം കൊണ്ട് രോഗിയാവുന്ന അവസ്ഥ, ഇതൊന്നും കാണാതെ കണ്ണടച്ച് ഇതൊന്നും ഞങ്ങളുടെ പ്രശ്നമല്ല എന്ന രീതിയിൽ ഇവിടെ തിരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികളായാലും ആരായാലും ഇതിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തണമെന്നും അതിനോടൊപ്പം നമ്മുടെ എല്ലാവിധ പിന്തുണയും ഉണ്ടാവുമെന്നും അറിയിക്കുന്നു. നമസ്കാരം. റോഡ് വളരെ മോശമാണ്. വളരെ മോശം എന്ന് വെച്ചാൽ സ്ഥിരം അപകടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. വേറെ എന്ന് വെച്ചാൽ ഭയങ്കര പൊടിശല്യം, ഒന്നും ശ്രദ്ധിക്കാൻ പറ്റാത്ത ഒരു കണ്ടീഷനും, വണ്ടി ഓടിക്കാൻ പറ്റുന്നില്ല. വണ്ടി എന്ന് പറഞ്ഞാൽ പോകുമ്പോൾ ഭയങ്കര കുഴപ്പങ്ങളാണ്. അത് തന്നെയല്ല, ഈ റോഡ് നല്ലൊരു റോഡ് ഉണ്ടായിരുന്നാണ് ഈ റോഡ്. ഇപ്പം ഈ റോഡ് വളരെ മോശമായിട്ട് ആണ് കാണുന്നത്. അതിൻ്റെ പേരിൽ അടിയന്തരമായിട്ടുള്ള നടപടികൾ ഇതിലുണ്ടായി കഴിഞ്ഞാൽ മാത്രമാണ് ഈ റോഡ് ഒന്ന് സഞ്ചാരയോഗ്യമാക്കാൻ പറ്റുള്ളൂ. ഇന്നലെ തന്നെ അപകടങ്ങൾ ഇഷ്ടം പോലെ ഈ റോഡുകളുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് അധികാരികൾ ഉടൻ തന്നെ ഈ റോഡ് നന്നാക്കേണ്ട രൂപത്തിലുള്ള ശ്രദ്ധ കൊടുക്കണമെന്ന് അറിയിക്കാനുള്ളൂ. ഇത്രയും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു ഏരിയ നിങ്ങൾ ഏതെങ്കിലും റോഡ് കണ്ടിട്ടുണ്ടോ? പൊടി, കുഴി, എത്ര ആൾക്ക് ദിവസം പ്രതി ഇവിടെ അപകടം പറ്റിയിട്ടുണ്ടെന്നറിയാം. ഇതൊരു രാഷ്ട്രീയം പറയാനല്ല. നിങ്ങളൊന്നൊന്ന് നോക്കിയാൽ, നിങ്ങൾ ഈ റോഡിൽ കൂടെ യാത്ര ചെയ്ത് നോക്കിയാൽ, ഒരു ബസ് പോയാലോ അല്ല വേറൊരു വണ്ടിയെ പോയാലോ അതിൻ്റെ പിന്നാലെ നമുക്ക് പോകാൻ പറ്റില്ല. രാത്രി തീരെ കണ്ണ് കാണൂല ഇവിടെ. ഇതിൻ്റെ അധികാരികൾ പ്ലീസ് ശ്രദ്ധിക്കണം. നമുക്ക് രാഷ്ട്രീയമല്ല പറഞ്ഞ കേട്ടോ, ഞാൻ രാഷ്ട്രീയക്കാരനാണെങ്കിലും ഇത് രാഷ്ട്രീയം പറയല്ല. ഇത് അധികാരികൾ ഉണർന്ന് പ്രവർത്തിക്കണം. കാരണം ജനങ്ങൾ അത്രയും ബുദ്ധിമുട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ വയ്യാണ്ടായി തുടങ്ങി. അലർജി, ചുമ, പനിയൊന്നും മാറുന്നില്ല ഇവിടെയുള്ള കുട്ടികൾക്ക്, ഈ ഏരിയയിലുള്ള കുട്ടികൾക്ക്. അതുകൊണ്ട് ഇതിൻ്റെ ആരെയും ഉത്തരവാദിത്തപ്പെട്ടവരും അത് കണ്ണു തുറന്ന് നോക്കണം. ഓക്കെ.